പുന്നപ്ര വലിയ ചുടുകാട്ടിൽ വി.എസ്. അച്യുതാനന്ദന് മാത്രമായി സ്മൃതി മന്ദിരം നിർമ്മിക്കുന്നതിനെ സമരസേനാനികളുടെ കുടുംബങ്ങൾ എതിർത്തെന്ന ന്യൂസ് മലയാളം വാർത്ത നിഷേധിക്കാതെ എം.എ. ബേബി. വലിയ ചുടുകാട്ടിലെ കാര്യങ്ങൾ CPIയും സംയുക്തമായാണ് നടത്തുന്നത്. മറ്റ് വിമർശനങ്ങളെക്കുറിച്ച് അതിലേക്ക് താൻ കടക്കുന്നില്ല എന്നും എം.എ. ബേബി പറഞ്ഞു. വലിയ ചുടുകാട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് CPIയും കൂടെ സംയുക്തമായിട്ടാണ്. അതിന്റെ വാതിലിന്റെ തന്നെ താക്കോല് CPIയുടെ കയ്യിൽ ഒരു താക്കോലുണ്ട്, CPMന്റെ കയ്യിൽ ഒരു താക്കോലുണ്ട്. പിന്നെ VS-ന്റെ സ്മാരകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേരളത്തിൽ CPIയും അതുപോലെ തന്നെ CPIയും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്ത് അവർ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. ശരത് ലാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരത് ലാൽ, എന്തായാലും ഈ വലിയ വിമർശനമാണ് കേരളത്തിൽ ഇക്കാര്യത്തിൽ ഉയരുന്നത്. എന്തായാലും ഈ കുടുംബങ്ങൾ ഇതിൽ രംഗത്തെത്തി അതിലേക്ക് താൻ കടക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത്തരം അതൃപ്തി അവിടെ ഉണ്ട് എന്നുള്ള കാര്യം പരോക്ഷമായി സമ്മതിക്കുകയല്ലേ എം.എ. ബേബി? അതേ, CPM ജനറൽ സെക്രട്ടറി പരോക്ഷമായിട്ട് CPM ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് CPIയും തമ്മിലുള്ള അല്ലെങ്കിൽ CPIയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു ധാരണ പ്രകാരമാണ്. താൻ പോലും തന്റെ ചെറുമക്കളെയും കൂടെ താൻ പോലും ഈ രക്തസാക്ഷി മണ്ഡപത്തിൽ പോയപ്പോൾ താക്കോലുകൾ CPIയുടെ അനുവാദവും കൂടി വാങ്ങിയിട്ട് താക്കോൽ എടുത്താണ് പോയിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇക്കാര്യത്തിൽ വ്യക്തമായ വിയോജിപ്പ് ഇരു പാർട്ടികൾക്കിടയിലുണ്ട്. അത് സംസ്ഥാന നേതൃത്വത്തിൽ അല്ലെങ്കിൽ ജില്ലാ തലത്തിൽ പരിഹരിക്കപ്പെട്ടില്ലേ സംസ്ഥാനം, അല്ലെങ്കിൽ പിന്നെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട നടത്തും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ വിഷയത്തില് ഒരു ചർച്ച ഏതായാലും എം.എ. ബേബിയുടെ തലത്തിൽ പോലും വരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് CPM നേരത്തെയുള്ള ഒരു ധാരണയുണ്ട്, അത് തെറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ആ തെറ്റിക്കപ്പെട്ടിട്ടുള്ള CPIയുടെ അമർഷമാണ് ഇപ്പോൾ പ്രകടമാക്കി എന്നതാണ് അദ്ദേഹം പരോക്ഷമായി പറയുന്നത്. അതിന് ഉദാഹരണമായി പറഞ്ഞ താനും തന്റെ പേരമക്കളും കൂടിയിട്ട് പിന്നെ ഈ രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് പോകുമ്പോൾ CPI താക്കോല് വാങ്ങിച്ചിരുന്നു, അവരുടെ നേരത്തെ അറിയിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ഇത്തരം ധാരണ ഉണ്ട് എന്ന് തന്നെയാണ് എം.എ. ബേബി വ്യക്തമാക്കുന്നത്. ശരി ശരത് ലാൽ.